ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും തമിഴിൽ കണ്ട പോലെ ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂറും പിന്നെ വീട് ക്ലീൻ ചെയ്യണോ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല പുല്ല് പൊന്തിയിട്ടുണ്ട്. ഇത് നമ്മളെ കാറല്ല കേട്ടോ, അയൽവാസിയുടെ കാറാണ്. പിന്നെ അപ്പുറത്തുള്ളത് മൂത്താപ്പാടെ വീടാണ്, ഇപ്പാൻ്റെ ഏട്ടൻ്റെ വീടാണ്. ഇപ്പാക്ക് 2 ഏട്ടന്മാരുണ്ട്, അതിൽ ചെറിയ ഏട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് ബാക്ക് വശം വീടിൻ്റെ. ഞങ്ങൾ 10-20 ദിവസമായി വീട്ടിലില്ലാതെ ഇരുന്നിട്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കാണാനുണ്ട്. പുല്ലും ചപ്പും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നിക്കാണ്. ഞങ്ങൾ പുല്ലിന് മരുന്നടിക്കാനാണ് കരുതിക്കുന്നത്. ഇപ്പം അവിടെ കൈക്കോട്ട് എടുത്തിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മരുന്നടിക്കാനാണ് കരുതിക്കുന്നത് പുല്ലിന്. പിന്നെ ഉള്ളിൽ വൃത്തിയാക്കാനുണ്ട്, മാറാല പൊന്തിയിട്ടുണ്ട്. പിന്നെ അത് പുറത്തിട്ടിരുന്ന ഡാർപ്പായാണ്, അത് പൊട്ടിയിട്ടുണ്ട്. കാറ്റത്താ തോന്നുന്നു അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. ഞങ്ങളവിടെ ഡാർപ്പായി എന്ന് പറയാം, നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇതാണ് മൂത്താപ്പാടെ വീട്. അവക്കൂടിയും എല്ലാതും പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു വിറക് ആലയാണ്. ഞങ്ങൾ ആദ്യം അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ കോഴീനെ ഇറക്കി, പിന്നെ ആട്, പിന്നെ പശു, പിന്നെ അവിടെ വിറകുശാലയാക്കി മാറ്റിയിട്ടോ. അപ്പോൾ ഇവിടെ നല്ല പുല്ലുണ്ട്. പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണൂല, അത്രക്കും പുല്ല് പൊന്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം മരിച്ചതുകൊണ്ടാണ് അത്രയും ദിവസം ഇല്ലാതിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പുറത്തു കൂടി നല്ല മാറാല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഞങ്ങളെ പരിപാടി. ഞാനും അനിയനും പിന്നെ ഇമ്മി ഇപ്പയാണ്. അനിയൻ്റെ കാലുമേ ഫുട്ബോൾ കളിച്ചപ്പോൾ ഒന്ന് ഉളുക്കിയതാണ്. അപ്പോൾ ഓനിന്ന് ലീവാണ്. അപ്പം ഞങ്ങളെല്ലാവരും പാടെ ഒന്ന് ചെയ്യാൻ കരുതി. പിന്നെ അടുപ്പിൻ്റെ അടുത്തൊക്കെ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ് അങ്ങനെ വന്നതെന്നറിയില്ല, നല്ല പൂപ്പലുണ്ടായിരുന്നു. ആ ഒരു അടുപ്പ് മാത്രമുള്ളൂ ഉപയോഗിച്ചിരുന്നു, ചിലപ്പോൾ അതായിരിക്കും. പിന്നെ അടുക്കളയിൽ നല്ല മാറാലയും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഗ്രില്ലാണ് അപ്പുറത്തുള്ളത്, അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറും. പിന്നെ ഫ്രിഡ്ജ് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കാനുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓരോ മുട്ടകൾ കാണാനുണ്ട്. ഇനി പുഴുവിൻ്റെ മുട്ടാനോ എന്താണെന്നറിയില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞങ്ങൾ ഇന്നും ക്ലീൻ ചെയ്യാൻ വരണം എന്ന് കരുതും. അങ്ങനെ ലേറ്റായിട്ടാണ് 10-20 ദിവസമായത്. ഫ്രിഡ്ജ് ഓഫായിട്ടായിരുന്നു, അതാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എല്ലാതും നല്ല പൂപ്പലും കാര്യങ്ങളും ഉണ്ട്. എനിക്കിനി കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. എന്തൊക്കെ സോയാ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉമ്മാടേതായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വേപ്പിലുണ്ടായിരുന്നു, അത് വെറും കമ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഒക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ കൊലായിൽ വന്നപ്പോൾ സോഫയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പൂപ്പലാണ് വന്നിട്ടുള്ളത്. അത് ആൾ പെരുമാറ്റമല്ലല്ലോ, അതുകൊണ്ടാണ് പൂപ്പലൊക്കെ വന്നിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. വന്നാൽ തന്നെ വേഗം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോവാറാണുള്ളത്, അല്ലാതെ നിൽക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിലൂടെ മാറാലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ ഫസ്റ്റ് തന്നെ തട്ടിയിരുന്നു. ഫസ്റ്റ് നമ്മൾ അവിടെയാണല്ലോ കയറുക, അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ തന്നെ സിറ്റ് ഔട്ട് മാറാല തട്ടി ശരിയാക്കിയിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയും അവിടെ മരുന്നടിക്കാൻ നിൽക്കുകയാണ്, ഞാൻ മാത്രം ശരിയാക്കാൻ നിന്നു. അനിയനും കുട്ടിയും അവിടെ ഇരിക്കണുണ്ട്. കുട്ടീനെ അനിയൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ പണിയെടുക്കാൻ നിന്നു. അങ്ങനെ മാറാല എല്ലായിടവും തട്ടി പോരാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലെ മാറാല തട്ടില്ലെങ്കിൽ ഞാൻ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മേലെ ആദ്യം തട്ടിപ്പോരാന്ന് കരുതി, അല്ലെങ്കിൽ അടിയിൽ തട്ടിയ പിന്നെയും സ്റ്റെപ്പിൻ്റെ മേലേക്കാണല്ലോ നമ്മൾ തട്ടാൻ പോകുക. അപ്പോൾ പിന്നെ അടിയിലാവുമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം സ്റ്റെപ്പ് തട്ടാൻ കരുതി. സ്റ്റെപ്പിൻ്റെ പുറത്തൊന്നും ഉണ്ടായില്ല, പക്ഷെ മേലെ നല്ല മാറാലുണ്ടായിരുന്നു, ജനലിൻ്റെ സൈഡിലും ഒക്കെ. നമ്മളിവിടെ വേണ്ടാത്ത തുണികളാണ് ഇടാറ്, തോരിട്ടിട്ട് പിന്നെ വേണ്ടത് എടുക്കും, വേണ്ടാത്തത് എടുക്കില്ല, അങ്ങനെയാണ്. അല്ലാതെ വീട്ടിൽ കൂടിക്കിടക്കണ്ടല്ലോ വെച്ചിട്ട് അത് എടുക്കാറില്ല. അപ്പോൾ ഞാൻ സ്റ്റെപ്പിൻ്റെ കമ്പിയൊക്കെ ഒന്ന് മാറാല തൊട്ടി കൊണ്ട് തട്ടിക്കൊടുക്കുകയാണ്. കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, അവനെന്തോ കളിപ്പാട്ടം കിട്ടിയപ്പോൾ അതിന്മേൽ കളിച്ച് കുത്തിരിക്കുകയാണ്. പിന്നെ അനിയന് ഇതാ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മാറാലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. നല്ല മാറാലുണ്ട്, ആ നിഴലിൽ കണ്ടാൽ തന്നെ അറിയും മാറാലുള്ളത്. അപ്പോൾ ഞാനതങ്ങനെ തട്ടിക്കൊടുക്കുകയാണ്. തട്ടിക്കൊടുത്തിട്ട് വേണം അടിച്ചു വരാൻ, തുടക്കാൻ. പിന്നെ പാത്രങ്ങൾ കുറച്ച് മോറാനുണ്ട്. പാത്രം നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊന്നുമല്ല, പൂപ്പൽ വന്നിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ്, പൊടിയും കാര്യങ്ങളും വന്നിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ്. അപ്പോൾ അതൊന്ന് കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ അതാ സ്റ്റെപ്പിൻ്റെ മേലെ നല്ല മാറാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുതി കൊടുത്താൽ അത് ഫുള്ളങ്ങനെ പോരും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. മാറാൽ തോട്ടിക്ക് കുറച്ച് നീളം കമ്മിയുണ്ട്, അതിൻ്റെ പകുതി ഭാഗം ഞാൻ തപ്പി നോക്കിയിട്ടില്ല. അമ്മ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, പിന്നെ തപ്പി നോക്കാനുള്ള മടിയുണ്ട് തപ്പി നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടെറസ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ടെറസ് മഴയൊക്കെ കാരണം കുറച്ച് ഇതായിട്ടാണ് കിടക്കുന്നത്, വഴുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ടെറസ് നിന്ന് നോക്കിയാൽ അടുത്തുള്ള എല്ലാ വീടും അധികം കാണും കേട്ടോ, 4-5 വീടുകളും കാണും. അപ്പോൾ ഇതാണ് ടെറസിന് കുറച്ച് പാരപ്പറ്റുള്ളൂ കെട്ടിയിട്ട്, കുറച്ച് കെട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ്
മൂത്താപ്പാടെ ഞാൻ പറഞ്ഞ വീട്, രണ്ട് നില വീടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ വീട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ റൂമിലേക്ക് വന്നിട്ട് റൂമൊന്ന് വൃത്തിയാക്കാൻ കരുതി. റൂമിൽ നിറച്ച് പൊടിയുടെ ഒരു മണം പോലെ ആയിരുന്നു. 2 റൂമുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ റൂമിൽ കബോർഡൊന്ന് ശരിയാക്കാനും പിന്നെ മറാല തട്ടാനുള്ളതാണ്. അപ്പോൾ ഇത് ബാത്റൂമാണ്. മറ്റേത് അനിയൻ്റെ കലാവിരുതാണ് കേട്ടോ. ആ ചുമരുമുള്ള സ്റ്റിക്കറൊക്കെ അനിയൻ്റെ കലാവിരുതുകളാണ്. പിന്നെ ഇത് ഡൈനിങ് ഹാള്. ഇവിടെയും കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അലക്കാൻ കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം വന്ന് പോവാറുണ്ട് ഇവിടെ. അപ്പോൾ അലക്കാൻ കുറേ ഡ്രസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുടിക്കാനുള്ള വെള്ളം ഇമ്മ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിരുമ്പാനാണ്. വാഷിംഗ് മെഷീനിലാണ് തിരുമ്പാറ്. കുറേ തിരുമ്പാനുണ്ട്. അപ്പോൾ ഞാൻ നേരെ റൂമിൽ വന്ന് ജനലുകളൊക്കെ ഒന്ന് തുറന്നു. ഭയങ്കര മറാല് പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അലർജി ഉള്ളൊരു കൂട്ടത്തിലാണ്. പൊടി തട്ടിയാൽ വേഗം തുമ്മിയാലും വേണ്ടില്ല, വൃത്തിയാവട്ടെ എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇവിടെ തുറന്നപ്പോഴാണ് കേട്ടോ പുല്ല് എത്രത്തോളം ഉണ്ടെന്ന് തോന്നിയത്. നല്ല പുല്ലുണ്ടായിരുന്നു. പാമ്പോ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ പോലും അറിയില്ല, അത്രയ്ക്ക് പുല്ലാണ്. ഇമ്മ മരുന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ദിവസം എടുക്കും കഴിയാൻ. അപ്പോൾ അങ്ങനെ ആ ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ അപ്പുറത്തെ റൂമിൻ്റെ ജനൽ തുറന്നിടാൻ പോകുമായിരുന്നു ഞാൻ. അപ്പുറത്തെ റൂമിലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ആദ്യം തന്നെ മാറാലങ്ങോട്ട് തട്ടി. പിന്നെ എന്നാൽ ആ പൊടി പുറത്തേക്ക് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് കരുതി. പിന്നെ മറാൽ തട്ടിയിട്ടാണ് ജനൽ തുറക്കുന്നത്. ആ ജനൽ തുറന്നപ്പോൾ കാടന്നെ കാണുന്നു. സെയിം ആയിട്ടുള്ള ജനലുകൾ തന്നെയായിരുന്നു. പിന്നെ ഈ റൂമിൽ ആരും കിടക്കാറൊന്നുമില്ല. ഇവിടുത്തെ ബെഡ് അപ്പുറത്ത് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല. നമ്മൾ സ്ഥിരം ഈ റൂം ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ ജനൽ തുറന്നപ്പോൾ ഒരു വാഴ കാണാനുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അതൊക്കെ നടന്ന ആൾ. വാഴ കാണാനുണ്ട്. കൊലയൊന്നും ആയിട്ടില്ല, വാഴ തന്നെ ഉള്ളൂ. അപ്പോൾ വേറെ കൊല ഉള്ളത് ബാക്കിലാണ്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഇവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. അതിൻ്റെ അടിയിൽ പർഗാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എട്ടുകാലിയാണ് കേട്ടോ. അതിൻ്റെ അമ്മായിമ്മ പറഞ്ഞെന്ന പേരാണ് പർഗാലിന്ന്. നിങ്ങളവിടേക്ക് എന്താണ് അതിന് പറയാമെന്നൊന്ന് പറയും കേട്ടോ. ആ എട്ടുകാലി പറക്കുകയൊക്കെ ചെയ്യും. ഇവന് ഇസ്തിരിപ്പെട്ടിയിൽ ഗവേഷണം ചെയ്യണ പോലെയാണ്. ഇസ്തിരിപ്പെട്ടി കുറേ നേരമായി ഇരുന്ന് കളിക്കണു. പിന്നെ നമ്മൾ ആ മേലെ ഒന്നും വെക്കാറില്ല. പിന്നെ മാറാൽ തട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയന് ഒരു കോൺ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ടി വി ഇരുന്ന് കുറച്ച് നേരം കണ്ടു. കോൺ ഐസ്ക്രീം നല്ല രസമുണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ ആയിരുന്നു. ചോക്ലേറ്റിൻ്റെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കലതിന്. പിന്നെ നേരെ ഹാള് വൃത്തിയാക്കി എടുത്തു. ഹാളിലും നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഹാള് വൃത്തിയാക്കി എടുത്തു. പിന്നെ ആ കണ്ട കാലിഗ്രഫി ഞാൻ വരച്ചതാണ്. ആദ്യമൊക്കെ വരയ്ക്കുമായിരുന്നു, ഇപ്പം വരക്കലില്ല കേട്ടോ. ഇപ്പം ടച്ചൊക്കെ വിട്ടുപോയിട്ട് ഇപ്പോൾ വരക്കലില്ല. പിന്നെ ഇതൊക്കെ അനിയൻ്റെ കലാവിരുതാണ്. ഓനിക്ക് ബൾബും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും ഹസ്ബൻഡും നിൽക്കുന്നതുണ്ട്. അതൊക്കെ ഞങ്ങളെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ ഗിഫ്റ്റ് കിട്ടിയത് അവിടെ വെച്ചു. പിന്നെ അത് അനിയത്തി വരച്ചതാണ് കേട്ടോ. ഓൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഓളിരുന്ന് വെറുതെ വരച്ചതാണ്. അപ്പോൾ ഇത് ഓളെ ഫവാസ് റിഷാന എന്നാണ് കേട്ടോ ഓലെ പേരുകൾ. അപ്പോൾ ഇതാണ് ഓരോ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷം ആവാനായി. അപ്പോൾ അതാണ് കല്യാണത്തിന് വെച്ച സ്റ്റിക്കറാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഹാളൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ അടിച്ചു കൂട്ടുകയാണ്. ഭയങ്കര അടുക്കായിട്ടുണ്ടായിരുന്നു. മുട്ടായി കവറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ പണിയെടുക്കാനൊരു ഉന്മേഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ടി വിയിൽ നല്ല മ്യൂസിക് വോളിയം ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണം. ഇമ്മ എപ്പോഴും പുറത്ത് ഓരോ പണിയിലാണ്. പിന്നെ നേരെ ഈ റൂം അടിച്ചു പോയി കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളൊക്കെ സെറ്റാക്കിയിട്ടു. പിന്നെ റൂമും എല്ലാം അതും സെറ്റാക്കി. ഇപ്പോൾ ഏകദേശം അടുക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സമയം 3:45 കേട്ടോ. പിന്നെ ഇത് നല്ല അടുക്കായിട്ടുണ്ടായിരുന്നു. ഇത് അടുക്കളയിൽ ലാസ്റ്റ് കിട്ടിയ അടുക്കാട്ടാണ്. നമ്മൾ അടുക്കളയിലാണ് ലാസ്റ്റ് ഒക്കെ കൂട്ടി വെക്കാറ്. അടുക്കാട്ട് മീൻസ് ചവറ് എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതാ ഇവിടുത്തെ എല്ലാ മരുന്നടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ ഞാനും മോളും പാടെ കേട്ടോ വീട്ടിലേക്ക് പോകണത്. ഞങ്ങളെ മോൾക്ക് അത്രയ്ക്ക് ശരിയല്ല, അപ്പോൾ അതുകൊണ്ട് ബ്ലറാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ വീട് നമ്മളത് വിൽക്കുകയാണ്. കടം കൂടിയിട്ട് ഉമ്മക്കും ഉപ്പാക്കും പറ്റ കടത്തിലാണ്. അപ്പോൾ വീട് വിൽക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയൂ കേട്ടോ. അത്രക്കും ആയതുകൊണ്ടാണ് വിൽക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും അപ്പോൾ ഓക്കെ ബൈ.